പിന്നെ ഇതെന്തൊരു കൊള്ളാല മുസ്ലിങ്ങൾ പറയണ കേട്ടിട്ടാണ് നിങ്ങൾ ഹിന്ദു ആചാര്യത്തെ വ്രണപ്പെടുത്താണ് ചെയ്യണം അറിയാമോ? എന്റെ പ്രാണനെ ഹത്യ ചെയ്തിട്ട് കാര്യം പറഞ്ഞുതരാം. നാട്ടുകാരെ വാക്യം കേട്ടുകൊണ്ട് വരണ്ട. നിങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ വാർത്തയിലൊക്കെ കാണുന്ന ഒരു ന്യൂസിനെ കുറിച്ചിട്ടാണ്. അതായത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിഷയത്തെക്കുറിച്ചിട്ടാണ്. കഴിഞ്ഞൊരു ദിവസം ഞാൻ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും അതേപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 100-ൽ 95-96% പേർക്കും ആ ഒരു സമാധി പൊളിച്ച് കാണണമെന്ന ആഗ്രഹമുണ്ട്. ഒന്നാമത് ഒരുപാട് കാരണങ്ങളുണ്ട്. ഗോപൻ സ്വാമി അതിൻ്റെ അകത്ത് എന്നറിയണം. പിന്നെ അതിൽ ഗോപൻ സ്വാമിയുടെ തന്നെ മൃതദേഹമാണോ എന്നറിയണം. പുള്ളി മരിച്ചിട്ടുണ്ടോ എന്നറിയണം. എപ്പോഴാണ് മരിച്ചതെന്ന് അറിയണം. അതേപോലെ ഏത് കാരണത്താലാണ് മരിച്ചത്, സമാധി ആയതാണോ അതോ സമാധി ആയെന്ന് പറഞ്ഞാൽ ഈ സമാധിക്കകത്ത് ആക്കി കഴിഞ്ഞിട്ടാണോ പുള്ളി മരിച്ചത്, അതിന് മുമ്പേ മരിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ ഗോപൻ സ്വാമിയുടെ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താലും മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമാധി എപ്പോൾ പൊളിക്കും, ഗോപൻ സ്വാമിനെ വെളിയിലെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഈ മക്കൾ രണ്ടുപേരുടെയും ഈ അമ്മയുടെയും, മരുമകൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പം ഈ അമ്മയുടെയും മക്കളുടെ രണ്ടുപേരുടെയും സംസാരത്തിൽ വളരെ പൊരുത്തക്കേടുകളുണ്ട്. നമ്മൾ തന്നെ ന്യൂസിലൊക്കെ കാണുമ്പോൾ ഇവർ സംസാരിക്കുന്നതിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഒരാൾ പറയുന്നു ഇന്ന സമയമൊന്ന്, ഒരാൾ പറയുന്നു വേറൊരു സമയം, ഒരാൾ പറയുന്നു വീടിൻ്റെ അകത്തിരുന്ന് മരിച്ചിട്ട് ഞാനും എൻ്റെ അനിയനും കൂടെ എടുത്തുകൊണ്ട് വെച്ചു. അനിയൻ പറയുന്നു അമ്പലത്തിൽ പോയി അവിടുത്തെ പൂജാകർമ്മങ്ങൾ കാര്യങ്ങൾ എന്നത്തെയും പോലെ ചെയ്തിട്ട് വന്ന് ഫുഡ് കഴിച്ചു, കഞ്ഞി കുടിച്ചു, പിന്നെ പ്രഷറിൻ്റെ BP യുടെ അങ്ങനത്തെ ഗുളികകളൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ സമാധി ഇരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പത്മപീഠം അവിടെ പോയി ഇരുന്ന് സമാധിയാകുമായിരുന്നു. അപ്പം ഈ ഇളയ മകൻ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. ഇളയ മകൻ മാത്രമേ അവിടെ ഉള്ളായിരുന്നു. സമാധി ആയിക്കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇളയ മകൻ അച്ഛൻ പറഞ്ഞു കൊടുത്തു. അത് പ്രകാരം അച്ഛൻ മരിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ജീവനോടെ തന്നെ ഇരുന്ന് സമാധിയാകുക എന്ന് പറയുമ്പോൾ ആ ജീവനെ ഒളിപ്പിച്ച് വെക്കുകയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു സെല്ലിൽ ഒളിപ്പിച്ച് വെക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ജീവൻ അവിടെ തന്നെ ഉണ്ട്. അപ്പം അച്ഛൻ മരിച്ചിട്ടില്ല, മരിച്ചു എന്നൊന്നും പറയരുതെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മരിക്കാതെ തന്നെ പുള്ളിയെ സ്ലാബിട്ട് മൂടിയിട്ടുണ്ട് സമാധി എന്നുള്ള രീതി, അന്ധവിശ്വാസങ്ങൾ ദുരാചാരങ്ങളുടെ പേരിൽ മൂടിയിട്ടുണ്ടെങ്കിൽ പുള്ളി ഇപ്പം മരിച്ചു കാണും. കാരണം ഈ വായു സഞ്ചാരമൊന്നും ഇല്ലാത്ത സിമെൻറ്റ് സ്ലാബിട്ട് മൂടിയെടുത്ത് എത്ര നേരം ജീവിച്ചിരിക്കാനാണ്. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഞാനും വാർത്ത കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എപ്പോഴും വാർത്ത കാണുന്നുണ്ട്, ഇതിപ്പോൾ പൊളിക്കുമോ, ഇപ്പോൾ വന്ന് പൊളിക്കുമോ എന്നൊക്കെ. പക്ഷേ പൊളിക്കാൻ മാത്രം ഒരു നടപടിയും ആയിട്ടില്ല. നടപടിയെല്ലാം ആയിട്ടുണ്ട്. ഇപ്പോൾ വന്ന് പൊളിക്കും, ഉടനെ പൊളിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ ഫാമിലി ഇത് കോടതിയെ സമീപിക്കാൻ പോകുന്നത് കൊണ്ട് ഇനി കോടതിയിൽ നിന്ന് എന്തായാലും ഉത്തരവ് വരാൻ പോകുന്നത് ഒരിക്കലും ഫാമിലിയുടെ കൂടെ നിന്ന് ഒരു ഉത്തരവും വരാൻ പോകത്തില്ല. കാരണം അത് നമ്മുടെ ഒരു മാതൃകാപരമായ ഒരു ഉത്തരവായിരിക്കുമല്ലോ അത്. അപ്പം മറ്റുള്ളവർ ഇതേപടി സമാധികൾ ഒരുപാട് കെട്ടാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു ഉത്തരവ് ഒരിക്കലും വരത്തില്ല. അത് എപ്പോഴാണെങ്കിലും അത് പൊളിക്കാനുള്ള ഒരു ഉത്തരവേ വരത്തുള്ളൂ. പിന്നെ കുറച്ച് ദിവസം കൂടെ നീട്ടാം. അത് നീട്ടി ലാസ്റ്റ് ഈ കോടതിയിലൊക്കെ ഒരു വിഷയം പോയി കഴിഞ്ഞാൽ അത് ഉടനെ ഉത്തരവ് വരാത്തത് കൊണ്ട് ചിലപ്പോൾ 5-6 വർഷം കഴിഞ്ഞ് പൊളിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ ആൾക്കാർ ഇത് പൊളിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുമെന്ന് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ഒന്നും പറഞ്ഞ് ആൾക്കാരിത് തല്ലിപ്പൊളിക്കുമെന്നൊന്നും അല്ല പറയുന്നത്. കാരണം ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നാണല്ലോ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ആഗ്രഹം. കാരണം ഇവർ പറയുന്നത് ഒന്നാമത് ശരിയല്ല. അതുമല്ല നമ്മുടെ നാട്ടിൽ എങ്ങനെ വേണമെങ്കിലും ആൾക്കാർക്ക് മരിക്കാം. വണ്ടി ഇടിച്ച് മരിക്കാം, ആത്മഹത്യ ചെയ്തിട്ട് മരിക്കാം, ഏതെങ്കിലും അപകടങ്ങളിൽ മരിക്കാം, അല്ലെങ്കിൽ വിഷം കഴിച്ച് അങ്ങനെയുള്ള ഏത് രീതിയിലും മരിക്കാം. സ്വാഭാവികമായിട്ട് പ്രായം ചെന്ന് മരിക്കാം, അല്ലെങ്കിൽ കുട്ടികളൊക്കെയാണ് ജനിക്കുന്നതേ മരിക്കാം. അങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മരിക്കാം. അതിനൊന്നും നിയമപരമായിട്ട് ഒരു തടസ്സവുമില്ല. പക്ഷേ ഈ ജീവൽ സമാധി ചെയ്ത് മരിക്കാം എന്നൊരു നിയമമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേട്ടുകേൾവിയോ ഒന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പം പുതിയതായിട്ട് അങ്ങനെ ഒരു കാര്യം വരുമ്പം അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യവും ഇല്ല.
അപ്പം ആർക്കും പരാതിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ദുരൂഹ മരണം ഉണ്ടായി, അപ്പം നാട്ടുകാരും അല്ലെങ്കിൽ ബന്ധുക്കളും പറയുവാണ് അത് ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, അന്നേരം തന്നെ പരിശോധിക്കുന്നു. അതിന് ആരുടെയും അനുവാദത്തിനോ സമ്മതത്തിനോ വേണ്ടി ഒന്നും നോക്കി നിൽക്കുന്നില്ല. എന്നിട്ട് പോലും ഇവർ കുടുംബത്തിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ഒരുപാട് നോക്കുന്നുണ്ട്. പക്ഷേ ഈ കുടുംബക്കാർ തെറ്റുകാരാണ്. ഇവർ ഈ ഒരു ഇത് എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും തെറ്റും കാര്യങ്ങളും ഉണ്ട്, ഇവർ ഒരു കൊലപാതകം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞു നാളെ പറഞ്ഞു കുറേ ദിവസം പറഞ്ഞാലും ഇവർ സമ്മതിക്കുമോ അത് പൊളിക്കാൻ? ഒരിക്കലും സമ്മതിക്കാൻ അപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിപ്പം പുള്ളിയുടെ തേജസ് നഷ്ടപ്പെടും. അത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ചൈതന്യം നഷ്ടപ്പെടും. പിന്നീട് അതുകൊണ്ട് അവിടെ വെച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെ പറയുമ്പോൾ അതുമല്ല, ഇത് പൊളിച്ചാലും ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇത് പൊളിക്കാതിരുന്നാൽ നാളെ എത്രയോ വീടുകളിൽ ഇങ്ങനെ ആൾദൈവങ്ങൾ കൂടി വരികയും ഇതേപോലെ സമാധികൾ കൂടി വരികയൊക്കെ ചെയ്യും. നമുക്കിപ്പോൾ ക്രിസ്ത്യൻസിന് ദൈവമുണ്ട്, നമുക്കിപ്പം പിതാവായ ദൈവമുണ്ട്, പുത്രനായ യേശുക്രിസ്തുവുണ്ട്. അത് അപ്പോൾ ത്രിയേക ദൈവം എന്നാണ് നമ്മൾ പറയുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എല്ലാം ഒരു ദൈവമാണ് നമുക്ക്. അതേപോലെ ഹിന്ദുക്കളെ വെച്ച് നോക്കുവാണെങ്കിൽ അവർക്കും അതേപോലെ ഒരുപാട് ദൈവങ്ങളൊക്കെ ഉണ്ട്. ശിവന് അല്ലെങ്കിൽ കൃഷ്ണൻ, പിന്നെ അങ്ങനെ ഒത്തിരി ദൈവങ്ങളുണ്ട്. അപ്പം ഈ ദൈവങ്ങൾക്ക് പുറമേ ഈ മനുഷ്യരെയും കൂടെ നമ്മൾ ദൈവങ്ങളാക്കി വെക്കുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ആൾദൈവങ്ങൾ രൂപപ്പെട്ട് ഒരുപാട് പൈസയൊക്കെ തട്ടുകയും അതേപോലെ ഓരോ ആൾദൈവങ്ങൾ അല്ലെങ്കിൽ കുറേ ദുർമന്ത്രവാദികളൊക്കെ പറയുന്നത് കേട്ട് സ്വന്തം മക്കളെയും ഭർത്താവിനെയൊക്കെ അല്ലെങ്കിൽ ഭാര്യനെയൊക്കെ കൊന്നു കളയുന്ന ആ ഒരു അവസ്ഥയൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് ഈ കുരുതിയൊക്കെ കൊടുത്ത ആ ഒരു സംഭവം നടന്ന സമയത്ത് ഒരു നിയമം വരാൻ വേണ്ടി ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഈ അന്ധവിശ്വാസം തകർക്കാനുള്ളൊരു അതിനെതിരെയുള്ളൊരു നിയമം. പക്ഷെ അത് പ്രാബല്യത്തിൽ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇവർ ചെയ്തപ്പോൾ ആ നിമിഷം തന്നെ നമുക്കത് കല്ലറ പൊളിച്ച് നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയേനെ. പക്ഷെ അന്നത് നടപ്പിലാക്കാൻ ആർക്കും പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇത് പൊളിക്കാൻ തക്കവണ്ണം നിയമങ്ങളും കാര്യങ്ങളും ഇല്ലാതെ പോയത്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ കുറേ നാളായിട്ട് കിടപ്പിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. കിടന്നുകൊണ്ട് മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ മക്കൾ ഒരുപാട് ഷൗട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് അയൽവക്കക്കാർ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാലും ഒരു അത്ഭുതമായിട്ട് തോന്നി. ഈ ഒരു 2-3 വർഷത്തിൽ അയൽവക്കക്കാരും ഒക്കെ ആയിട്ട് ഒരു സംസാരം ഒന്നും ഇല്ലാതെ അവർ ആ അപ്പൂപ്പനെ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ്. ഈ ഗോപൻ സ്വാമിനെ അയൽവക്കക്കാർ കണ്ടിട്ട് പോലും ഇല്ലയെന്ന് പറയണമെങ്കിൽ ഇവർ തമ്മിൽ ആ ഒരു റിലേഷൻ, ആ ഒരു ബന്ധമേ ഇല്ല. അയൽവക്കക്കാർ എന്നൊരു ബന്ധമേ ഇല്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ അയൽവക്കക്കാരെ കയറ്റുന്നില്ല, അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ വരുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏത് അയൽവക്കക്കാർ വരും നമ്മുടെ അടുത്ത്? നമുക്കൊരു അസുഖമായിട്ട് കിടന്നാലോ അല്ലെങ്കിൽ നമുക്ക് ഒരു കൈത്താങ്ങ് വേണ്ട ഒരു സമയത്ത് പോലും അവർക്ക് നമ്മുടെ വീട്ടിലോട്ട് വരാനായിട്ടൊരു മടി തോന്നും. അങ്ങനെയാണ് ഈ ഗോപൻ സ്വാമി വയ്യാതെ കിടന്ന സമയത്തും ഒരുത്തരും വീട്ടിലോട്ട് വരാഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗോപൻ സ്വാമി വയ്യാതെ കിടക്കുമ്പോൾ അവരെ നോക്കാൻ 2 ആമക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, അമ്മയുണ്ട്, അതായത് ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ അയൽവക്കക്കാരൊന്നും കയറി ചെല്ലാൻ താല്പര്യമില്ലാത്തൊരു വീട്ടിലോട്ട് ഒരുത്തരും അങ്ങനെ കയറി ചെല്ലത്തില്ല. ഇവർക്ക് കൂടുതലും ദുരൂഹത കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അച്ഛനെ നല്ല റെസ്പെക്റ്റ് കൊടുക്കുകയും നന്നായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾ അച്ഛൻ കിടക്കയിൽ മൂത്രം ഒഴിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ ഇട്ട് ഷൗട്ട് ചെയ്യുകയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് അച്ഛനൊരു ബാധ്യതയായി തോന്നിയിട്ട് മക്കളിങ്ങനെ അച്ഛനെ ഒഴിവാക്കാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ഈ ജനങ്ങൾക്ക് സംശയം തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കുക തന്നെ വേണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതേ സമയം കുറേ കമൻസ് കണ്ട് കല്ലറ പൊളിക്കുന്നവരെല്ലാം അനുഭവിക്കും, അതിന് ശിവൻ്റെ ഒക്കെ ശാപം ഉണ്ടാവും, തലമുറകൾ നശിച്ചു പോകും, അങ്ങനെ ശപിക്കുന്ന രീതിയിലൊക്കെ കമൻറ്റുകൾ കണ്ട്. ഇത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൂടുതലായിട്ടും തലയ്ക്ക് കയറിയവർ ഇട്ടിരിക്കുന്ന കമൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതേസമയം ഈ മരിച്ച ഗോപൻ സ്വാമിക്ക് എനിക്ക് സമാധി ഇരിക്കണം, അല്ലെങ്കിൽ എൻ്റെ മരണശേഷം എന്നെ ആരും കാണാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് അതൊരു കത്തെങ്കിലും എഴുതി വെക്കായിരുന്നു. എൻ്റെ മരണശേഷം എന്നെ ആരും കാണാൻ പാടില്ല, എൻ്റെ മക്കൾ എന്നെ സമാധിയാക്കുന്നതിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അല്ലെങ്കിൽ സമാധിയാകുന്നതിന് 3 ദിവസം മുമ്പേ ഞാൻ സമാധിയാകുമെന്ന് അറിഞ്ഞ മനുഷ്യന് സമാധിയായി ഇങ്ങനെ മക്കളടക്കം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഈ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങളെ പറ്റിയും അറിയാലോ. അപ്പം ഒന്ന് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അധികാരപ്പെട്ട മറ്റാരോടെങ്കിലും ഞാനിങ്ങനെ സമാധിയാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ എനിക്ക് മരിക്കുമ്പം സമാധിയാവണം എന്നാണ് ആഗ്രഹം, ആ സമയത്ത് എൻ്റെ മക്കൾ എന്നെ ഇങ്ങനെ ചെയ്യും, അതിൻ്റെ പേരിൽ എൻ്റെ മക്കൾക്ക് ഒരു ദോഷവും വരരുത് എന്ന രീതിയിൽ മുൻകൂറായിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ലായിരുന്നു. ഇതിപ്പോൾ അച്ഛൻ രോഗിയായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് 1-2 വർഷമായിട്ട് കിടപ്പിലായിരുന്ന ഒരച്ഛൻ, അതായത് 19 വയസ്സുള്ള ഒരു മനുഷ്യനല്ലേ,
അപ്പോൾ സ്വാഭാവികമായിട്ട് മരിച്ചാൽ പോലും അച്ഛൻ വീട്ടിൽ കിടന്ന് മരിച്ചാലും പുതിയൊരു അമ്പലം പണിയാൻ വേണ്ടിയോ അല്ലെങ്കിൽ പുതിയൊരു ആൾ ദൈവത്തെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക മാർഗം കുറേ പൈസയൊക്കെ ഉണ്ടായി വരണം എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടോ ഒക്കെ ഇങ്ങനെ കൊണ്ട് മക്കൾ സമാധി ഇരുത്തിയതാണെന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ വാർത്ത കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുന്നത് ഈ സമാധി പൊളിച്ചോ എന്നാണ്. അങ്ങനെ തന്നെയായിരിക്കും നിങ്ങളെല്ലാവരും നോക്കുന്നത് ഈ വിഷയത്തിൽ. അതേപോലെ ഇനിയെങ്കിലും ഇങ്ങനെ സമാധിയോ അല്ലെങ്കിൽ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളെ തുടർന്നുള്ള കൂട്ടക്കൊലകൾ, അങ്ങനെ കുരുതികൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞ ഒരു നല്ലൊരു നിയമം നിലവിൽ ഇപ്പോൾ ഒരു നിയമം ഉണ്ടെന്നാണ് പറയുന്നത്. അത് വെച്ച് ഇങ്ങനെ ഇത് തുറന്നാൽ ശാപം കിട്ടും, ഞങ്ങൾ ആത്മഹത്യ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ ശിക്ഷ കിട്ടുന്ന രീതിയിൽ ഒരു നിയമം നിലവിലുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അന്ധവിശ്വാസപരമായി ചെയ്യാതിരിക്കാൻ ഉള്ളൊരു നിയമം കൂടെ നിലവിൽ വരുവാണെങ്കിൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കുകയും അഥവാ വന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ കണ്ട് ആരെങ്കിലും വേറൊരു സമാധി സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് കണ്ടു. അപ്പം നാളെ ഈ അമ്മേനെ എടുത്ത് തീയിലിട്ടിട്ട് അമ്മ സതി, പണ്ട് ഈ ആൾക്കാരിങ്ങനെ ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴത്തേനും തീയിൽ ചാടി ചാകുമായിരുന്നല്ലോ, അപ്പോൾ അത് സതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതേപോലെ ആണ് ഈ മക്കൾ പിന്നെ പറയും എന്നൊക്കെ പറഞ്ഞുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആൾക്കാർ ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ ആക്ഷൻ എടുക്കാൻ പറ്റിയ രീതിയിൽ ഒരു നിയമം കൂടെ നിലവിൽ കൊണ്ടുവരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാൻ പറ്റും. ഇതേപോലെ കാലതാമസം വരത്തില്ല. പിന്നെ ഈ ഗോപൻ സ്വാമിക്ക് സ്വാമിയാകാനോ അല്ലെങ്കിൽ പിന്നീട് പുള്ളിയെ പൂജിക്കപ്പെടാനോ ഉള്ള അർഹതയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പണ്ട് ഒരുപാട് ക്രിമിനൽ കേസുകൾ കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. മക്കളും അതേപോലെ മോഷണ കുറ്റവും കാര്യങ്ങളും എന്തൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം വീഡിയോയിലെ കാര്യങ്ങൾ അതേപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ റിസൾട്ട് അറിയാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ബൈ.